നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ് മഹാഭൂരിപക്ഷം നടക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് അംഗീകൃതമാവുമ്പോ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? അത് ഞാൻ ഒരു പ്രൊഡക്ഷൻ ഞാൻ കൂടുതൽ ഉണ്ടാക്കിയാൽ എനിക്ക് അതിന് വില കുറച്ച് കൊടുക്കാം. നമസ്കാരം, ദിനേശാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി മാടക്കത്തറയിലാണ്. മാടക്കത്തറയിലെ ശിവ ഗാർഡൻ എന്ന് പറയുന്ന നഴ്സറിയിലാണ്. പുതിയ പ്ലാന്റുകളുടെ ഉൽപാദന കേന്ദ്രം എന്നൊക്കെ പറയുന്ന നഴ്സറിയിലാണ്. ഇവിടെ നഴ്സറിയോടൊപ്പം തന്നെ ഹോൾസെയിൽ എന്ന നിലയിലാണ് നഴ്സറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളുടെ ഒക്കെ വിപണനം നടക്കുന്നത്. 1 മുതൽ എത്ര പ്ലാന്റുകൾ എടുക്കുമ്പോഴും എല്ലാത്തിനും ഒരേ വില ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളതും, ഒപ്പം തന്നെ 10 രൂപ മുതലുള്ള പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതുമാണ് ഈ നഴ്സറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നഴ്സറിയുടെ ഉടമയും ഇതിന്റെ നടത്തിപ്പുകാരനൊക്കെ ആയിട്ടുള്ള പ്രസാദേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. പ്രസാദേട്ടനോട് ഈ നഴ്സറിയിലെ പ്രത്യേകതയെക്കുറിച്ചും ഓരോ പ്ലാന്റിന്റെ സവിശേഷതകളെ കുറിച്ചും അതിന്റെ വില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലെയുള്ള ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രസാദേട്ടാ, ഫാം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രസാദേട്ടാ, എത്ര വർഷമായിട്ട് നമ്മൾ ഈ നഴ്സറി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രംഗത്ത് നമ്മളുണ്ട്? നമ്മളൊരു 22 വർഷമായിട്ട് ഈ ഫീൽഡിനകത്തുണ്ട്. ഈ രംഗത്തേക്ക് നമ്മൾ വരാണ്ടായ കാരണം എന്താണ്? കാരണം ഈ മണ്ണുത്തി മടക്കത്തറ എന്നൊക്കെ പറയുന്നത് നഴ്സറികളുടെയും ഒപ്പം തന്നെ ഇത്തരം ഫാമിംഗ് മേഖലകളുടെ ഒക്കെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ ജനിച്ച് വളരുന്നതിന്റെ ഭാഗമായി സ്വാഭാവികമായും ഇതിന്റെ ഭാഗമായി മാറിയതാണോ? അല്ല, മാടക്കത്തറ മണ്ണുത്തി ഒരു നഴ്സറികളിലെ ഒരു ഹബ്ബാണ് ശരിക്കും. പക്ഷെ നമ്മള് ഇതിലേക്ക് കടന്നു വരാൻ കാരണം പ്രത്യേകിച്ച് നമ്മൾ പഠനത്തിന് ശേഷം നമ്മളൊരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയോട് നമുക്കൊരു വലിയ താല്പര്യമുണ്ട്. അപ്പൊ ഈ കാർഷിക മേഖലയോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ മറ്റ് വൈറ്റ് കോളർ ജോബുകൾ നോക്കാതെ ഈ ഫീൽഡിലേക്ക് വരാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നഴ്സറി എന്നുള്ള ആശയത്തിൽ നമ്മൾ 10-22 വർഷം മുമ്പേ തുടങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. യെസ്, ഇവിടെ 100 കണക്കിന് നഴ്സറികൾ ചെറുതും വലുതുമായി ഉൽപാദന കേന്ദ്രങ്ങളും റീറ്റെയിൽ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പ്രധാനമായും തൃശ്ശൂരിലെ മണ്ണുത്തി ഭാഗവുമായി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളിവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് കുറേയധികം ചെടികൾ ഓരോ ദിവസവും പുതിയതായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇമ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുകയും ഹോൾസെയിൽ വിലയിൽ റീറ്റെയിൽ കൊടുക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയായതിന്റെ ഭാഗമായിട്ടാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് അത് കൊടുക്കാൻ കഴിയുന്നത്? അത് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾക്ക് നിർമ്മാണ യൂണിറ്റ് ഉണ്ടായാൽ മതി. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ചെടികളിലെല്ലാം മദർ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഉണ്ട്. ഓരോ ചെടി വെക്കുമ്പോഴും പരമാവധി ചെടികളുടെയൊക്കെ മദർ പ്ലാന്റ്, അതായത് വലിയ അതിന്റെ മദർ പ്ലാന്റ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഗവൺമെന്റ് അംഗീകൃത ഗാർഡനായി നമ്മൾ മാറുന്നത്. അപ്പോ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ് നമ്മുടേത്. അതെ, ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ്. എല്ലാ നഴ്സറികളും ഗവൺമെന്റ് അംഗീകൃത ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല, ഇതിന് ഗവൺമെന്റ് അംഗീകൃത ഗാർഡൻ ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഗവൺമെന്റ് അംഗീകൃതമാവുമ്പോ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? അത് ഗവൺമെന്റ് അംഗീകൃതം ആകണമെങ്കിൽ നമുക്ക് ഇത്ര ഏരിയ വേണം എന്നുണ്ട്. നഴ്സറി ഇത്ര ഏരിയ ഉണ്ടാവണം. അതുപോലെ മദർ പ്ലാന്റുകൾ ഉണ്ടാവണമെന്നുണ്ട്. പ്രൊഡക്ഷൻ വേണം, അതേപോലെ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയണം. അങ്ങനെ പല ഇപ്പോ കോർപ്പറേഷനിലെ മാനദണ്ഡമല്ല, പഞ്ചായത്തിൽ പല മാനദണ്ഡമുണ്ട്. പിന്നെ എല്ലാ 2 വർഷം കൂടുന്തോറും ഇതിന്റെ കൃഷി ഓഫീസർമാർ ജില്ലാ നിലവാരത്തിലുള്ള ആളുകൾ വന്ന് പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത് കിട്ടുക. അതെല്ലാ നഴ്സറികൾക്കും അപ്രൂവ്ഡ് അല്ല, അങ്ങനെ നിർബന്ധമില്ല. ഗവൺമെന്റ് സ്കീമുകളിൽ പെട്ട് നഴ്സറികൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ ചെടികൾ വാങ്ങുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപ്രൂവ്ഡ് നഴ്സറികളിൽ നിന്ന് വാങ്ങണം എന്നുള്ള ഒരു ഗവൺമെന്റ് റൂൾ തന്നെയുണ്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും നമ്മളെ വിശ്വാസത്തോടു കൂടി സമീപിക്കാൻ കഴിയും. തീർച്ചയായും നമ്മുടെ ബില്ലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കും എന്ന് പറയുന്നത് വിലപ്പെട്ട ബില്ലാണ്. നമുക്ക് ഇവിടെ ഇപ്പോ കൃഷിഭവനിലെ കേരളത്തിലെ ഏത് കൃഷിഭവനിലെ അവരുടെ സൈറ്റിൽ നോക്കിയാലും ഗവൺമെന്റ് തത്തുല്യമായ സ്ഥാപനത്തിൽ നിന്ന് ഈ ചെടി മേടിച്ചാൽ നിങ്ങൾക്ക് സബ്സിഡി കിട്ടും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ ബില്ല് കൊണ്ട് കൊടുത്താൽ അതിന്റെ സബ്സിഡി ഗവൺമെന്റ് തരും. അതെല്ലാ കൃഷിഭവനിലും നമ്മുടെ ബില്ല് എടുക്കും. കാരണം അവരുടെ സൈറ്റിൽ നമ്മുടെ ഇതുണ്ട്. എല്ലാ നഴ്സറികളും അങ്ങനെ അപ്രൂവ്ഡ് ഗാർഡൻ അല്ല. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ബോർഡാണ്. ബോർഡിൽ വളരെ പ്രത്യേകമായി എഴുതിയിരിക്കുന്നു ഗവൺമെന്റ് അംഗീകൃതം. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിലേക്ക് തന്നെ വരാനുണ്ടായ കാരണം. ഈ ഫലവൃക്ഷ
ചെടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയുള്ളത്, ഓരോന്നിൻ്റെ വെറൈറ്റികൾ എത്രത്തോളം ഉണ്ട്, അതിൻ്റെയൊക്കെ വില എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നൊക്കെ ഒന്ന് പറയാൻ കഴിയുമോ? ഇവിടെ ഇപ്പോ നമ്മുടെ ഗാർഡനിൽ ഒരുവിധപ്പെട്ട എല്ലാ ചെടികളും ഉണ്ട്. അതായത് ഫലവൃക്ഷങ്ങള് ഓൾമോസ്റ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ടാവും. ഇത് ഒരു അപ്രൂവ്ഡ് ഗാർഡൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ് മഹാഭൂരിപക്ഷം നടക്കുന്നത്. പ്രൊഡക്ഷൻ മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതും ഉണ്ട്. എന്നാലും പ്രൊഡക്ഷനെ കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മാവാണെങ്കിൽ മാവില് നമ്മുടെ നാടൻ വെറൈറ്റികളായിട്ടുള്ള മൂവാണ്ടൻ, പ്രിയൂര്, കുളമ്പ് അങ്ങനെ തുടങ്ങി നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന തരത്തിലുള്ള മാവുകൾ നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള മിയാസാക്കി, നാംഡോക്മൈ അങ്ങനെ നിലവാരത്തിലുള്ള മാവുകൾ അതിന്റെ പ്രൊഡക്ഷൻ നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതും നമുക്ക് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളതുണ്ട്. മാവിൽ തന്നെ ഒരുപാട് വെറൈറ്റി, ബ്ലാക്ക് മാംഗോ, കർപ്പൂര മാംഗോ അങ്ങനെ തുടങ്ങി പല മാവുകളുണ്ട്. ആ മാവിന്റെ വെറൈറ്റി നമ്മുടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ തുടക്ക വില എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും ചെറിയ കവറ് നമുക്കൊരു 60 രൂപ മുതൽ 100 രൂപ മുതൽ അങ്ങനെ തുടങ്ങി ഒരു വെറൈറ്റിക്ക് അനുസരിച്ചാണ്. വലിയ ബാഗ് കവറിൽ 500 രൂപയ്ക്കൊക്കെ ഒരു 6 അടി ഹൈറ്റ് ഉള്ളതൊക്കെ നമുക്ക് കിട്ടും. ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചാണ് 1500 രൂപ വരെ ഉള്ള മാവുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. 4 kg മാവ് എന്ന് പറഞ്ഞിട്ട് ഒരു മാവില് തന്നെ ഒരു മാങ്ങ ഉണ്ടാവുമ്പോൾ ഒരു 5 കിലോ 4 കിലോ വരുന്ന മാങ്ങ കിട്ടാവുന്ന ഇതൊക്കെ ഉണ്ട്. ഈ സമയത്ത് തന്നെയാണ് ഇത്തരം മാവ്, അതേപോലെ സപ്പോർട്ടിൽ പല വെറൈറ്റി സപ്പോർട്ടുകളുണ്ട്. ബോള്, ഓവല്, ബനാന, കിങ്, പിന്നെ റെഡ് ഉള്ളിലുള്ളത്, അങ്ങനെ പല വെറൈറ്റി സപ്പോർട്ടുകൾ തന്നെ നമ്മളിലുണ്ട്. പിന്നെ മാംഗോസ്റ്റീൻ ഉണ്ട്, പല വലിപ്പത്തിലുള്ളതുണ്ട്. 50 രൂപ മുതൽ വലിപ്പത്തിലുണ്ട്. ഏകദേശം ഒരു 5 അടിയൊക്കെ ഹൈറ്റുള്ളതിനൊക്കെ ഒരു 300-350 രൂപ ആ നിലവാരത്തിൽ. 6 അടിയുടെ അടുത്ത് താഴെ ഹൈറ്റ് ഉണ്ടാവും. അതാണുള്ളത്. പിന്നെ കുടംപുളി നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചാമ്പ, ഡൻഹരി ചാമ്പ എന്ന് പറഞ്ഞൊരു ചാമ്പ, ഒരു വെറൈറ്റി ചാമ്പയുണ്ട്. ചാമ്പയിലെ പല വെറൈറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുപ്പിച്ചാമ്പ എന്ന് പറയുന്നത് 10 രൂപയ്ക്ക് മുതൽ ഉള്ള ചെടികളുണ്ട്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 10 രൂപ മുതൽ ആയിരക്കണക്കിന് രൂപ, ഒരു 2000-5000 രൂപ വരെയുള്ള പല വൃക്ഷങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും, നമ്മളിലുണ്ട്. പിന്നെ നാരങ്ങ, അതിൽ തന്നെ കുറെ വെറൈറ്റി ഉണ്ട്. ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞൊരു വെറൈറ്റി, അതൊന്നും ഇപ്പോൾ ആളുകൾ ചെയ്യാത്ത സംഭവമാണ്. അതൊക്കെ നമ്മളിൽ ഗണപതി നാരങ്ങ ഉണ്ടാവും. നാരങ്ങ എന്നൊക്കെ പറയുന്നത്. തെങ്ങില് ഇപ്പോ കുറ്റ്യാടി തെങ്ങ് നമ്മൾ തന്നെ മുളപ്പിക്കുന്ന കുറ്റ്യാടി തെങ്ങുണ്ട്. പിന്നെ നമ്മുടെ ഡീൻഡുടി ഉണ്ട്, അതേപോലെ ചെന്തെങ്ങുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോ ശ്രീലങ്കൻ തെങ്ങ് എന്ന് പറഞ്ഞൊരു തെങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ശ്രീലങ്കൻ തെങ്ങ് നല്ല നാളികേരം നല്ല വലിപ്പം ഉണ്ടാവും. പിന്നെ ഗംഗാ ബോണ്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, അതും കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നൊരു തെങ്ങാണ്. പിന്നെ സണ്ണങ്കി, അത് നമുക്കിപ്പോ ഇളനീരിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് കായ്ക്കും, ഒരു 3 വർഷത്തിനുള്ളിലൊക്കെ കായ ഉണ്ടാവും. നിലത്തുനിന്ന് പൊട്ടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളത് ഗംഗാ ബോണ്ടും സണ്ണങ്കി അങ്ങനെ പറ്റും, അതുണ്ടാവും. പിന്നെ 18 പട്ട അങ്ങനെ തുടങ്ങി കുറച്ച് വെറൈറ്റികൾ തെങ്ങിൻ്റെ ഉണ്ട്. തെങ്ങിന്റെ സീസണിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന തെങ്ങുണ്ട്, അതായത് തമിഴ്നാടിൽ നിന്ന് കൊണ്ടുവന്ന് പാക്ക് ചെയ്യുന്ന തെങ്ങുണ്ട്. അതിനൊക്കെ റേറ്റ് സാമാന്യന് കുറവാകും. അതൊരു ഇപ്പോഴത്തെ ഓരോ സീസണിനനുസരിച്ചാ. ഇപ്പോ 100 രൂപ തുടങ്ങി ഇപ്പോ 120 രൂപയൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട്. ഡീൻഡുടി ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് 250 രൂപ മുതലാണ് മുകളിലേക്ക് പോകുന്നത്. തെങ്ങിന്റെ ഏറ്റവും അടിസ്ഥാന തെങ്ങിൻ തൈക്ക് ഏറ്റവും അടിസ്ഥാനം 120 രൂപ മുതലുള്ള തെങ്ങിൻ അതിനും താഴെയുള്ളതുണ്ട്. 100 താഴെയുണ്ടോ? 100 താഴെയുണ്ട്. സീസണിലാണ്. ഇപ്പോ നാളികേരത്തിനും ഇതിനൊക്കെ വില കൂടിയത് കൊണ്ട് തന്നെ റേറ്റ് കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു നിലവാരം കുറച്ച് മുകളിലാണ്. അല്ല, എന്നാലും നമുക്ക് 100 രൂപ താഴെയില് തെങ്ങിൻ തൈ കൊടുക്കാൻ കഴിയും. അത് 100 രൂപ താഴെയിൽ നമുക്ക് കവറിലാക്കാത്ത തൈ നമുക്ക് കൊടുക്കാം. നേരിട്ട് കൊടുക്കാം. കവറിലാക്കിയ തൈ ആകുമ്പോൾ അതിന് ചെറിയൊരു 10 രൂപയുടെ മാറ്റം. ഓക്കെ. ഹോൾസെയിൽ നഴ്സറിയിൽ സാധാരണ ഹോൾസെയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു ഇത്ര നിശ്ചിത എണ്ണം എടുക്കുമ്പോൾ മാത്രമേ വിൽപ്പനയ്ക്ക്
വിൽക്കുള്ളൂ അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ ഉള്ളത്. കാരണം എല്ലാ മറ്റ് നഴ്സറികളെ സംബന്ധിച്ചിടത്തോളം ഹോൾസെയിൽ നഴ്സറിയിൽ വില കുറയും. കാരണം ഇടനിലക്കാർ ഇവിടെ നിന്നാണ് കൊണ്ടുപോയി കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഗുണഭോക്താവിന് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു മാർജിനും കൂടി ഇട്ടിട്ടാണല്ലോ ഇതിന്റെ ശരിക്ക് കർഷകരിലേക്കും ഇതിന്റെ ആവശ്യക്കാരിലേക്ക് എത്തുക. അപ്പൊ ഇവിടെ അങ്ങനെ ഉണ്ടോ, ഇത്ര എണ്ണ എടുത്താലാണ് ഇത്ര രൂപയ്ക്ക് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ റേറ്റ് കൂടും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതില്ല, അതില് സാധാരണ ചില സ്ഥലത്ത് ഇങ്ങനെ ബോർഡ് വെച്ച് കാണാം, ഹോൾസെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ട്. ശരിക്കും അത് ഹോൾസെയിൽ ആണോ എന്നുള്ളത് നമ്മളവിടെ പോയി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മുടെ അവിടെ ഒന്നും ഒരു ചെടി എടുത്താൽ ഇപ്പോൾ പ്ലാവിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഡെൻസൂരിയ റെഡ് ഉണ്ട്, വിയറ്റ്നാം മെർലി പിങ്ക് ഉണ്ട്, J33 ഉണ്ട്, സിദ്ധു ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. പേരുകൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരാത്ത തരത്തിലുള്ള പേരുകളുള്ള ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ 70 രൂപയ്ക്കാണ് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള തൈ കൊടുക്കുന്നത്. ഒരു നമ്മുടെ വിയറ്റ്നാം മെർലി ഒക്കെ അതിന്റെ ചെറുതും ഉണ്ട് കേട്ടോ, നമുക്ക് 40 രൂപയ്ക്കും കൊടുക്കാൻ പറ്റാവുന്നുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്താലും നമ്മൾ ഇതിൽ 1000 എണ്ണം എടുത്താലും നമുക്ക് ഒരേ റേറ്റിന് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഞങ്ങൾക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സറി ടു നഴ്സറി ആണല്ലോ സെയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് നേരിട്ട് ആളുകൾ വന്ന് മേടിക്കല് വളരെ കുറവാകും. അതായത് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആളുകൾ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ വരുന്നു മാത്രം. അല്ലെങ്കിൽ ഒക്കെ ഈ നഴ്സറിക്കാർ കൊണ്ടുപോയി അവരുടെ നഴ്സറിയിൽ വെച്ച് വിറ്റ് ഇപ്പോൾ റോഡ് സൈഡിലുള്ള നഴ്സറികളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് അവർ ചെറിയ ശതമാനം എടുത്തിട്ടാണ് കൊടുക്കുക. നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോട്ടായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. ഈ ചെടികളുടെ ഉൽപാദനം നമ്മുടെ ഈ നഴ്സറിയിലാണ്. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറിയ പൈസക്ക് ചെടികൾ കൊടുക്കാൻ കഴിയും. ഇതില് പ്രൊഡക്ഷൻ നടത്തിയാലാണ് നമുക്ക് ഏതൊരു വസ്തുവിനും നമ്മൾ പ്രൊഡക്ഷൻ നിർമ്മാണ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ വില കുറവിന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ഇവിടെ മഹാഭൂരിപക്ഷം സംഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്, ആന്ധ്രയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും അതേപോലെ പൂനെ നിന്നൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ അടക്കം ചെടികൾ നമ്മുടെ അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് എന്തെങ്കിലും ഷോർട്ട് വരുമ്പോൾ ആഡ് ചെയ്യാന്നല്ലാതെ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മുടെ തന്നെ വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിന് എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന ചെടിക്ക് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. അത് ശരിക്കും അങ്ങനെ ആളുകൾക്ക് കർഷകർക്ക് ഗുണകരമായ രീതിയിലുള്ളൊരു രീതിയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും പ്രൊഡക്ഷനൊക്കെ നിർത്തി. ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരിക, കവർ ചേഞ്ച് ചെയ്യുക, അതിനെ വലുതാക്കുക, ലോട്ടായിട്ട് വലിയ സ്ഥലത്ത് ഇത് വലുതാക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ടാക്കുക, അതിനൊരു വില നിശ്ചയിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. മദർ പ്ലാന്റ് കണ്ടിട്ട് ചെടി മേടിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഒരു ചെടിയുടെ മദർ പ്ലാന്റ് എവിടെയാന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് എല്ലാത്തിനെയും കാണിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഒരുവിധപ്പെട്ടതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലാതെ നമ്മുടെ ഉണ്ട് ഒരുവിധം എല്ലാതും ഉണ്ട് നമുക്ക് കഷ്ടപ്പെടാൻ. ഏറെക്കുറെയൊക്കെ നമുക്ക് മദർ പ്ലാന്റ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് നേരിട്ട് കാണാൻ പറ്റും. അതിന്റെ ഗ്ലാസ് ഹൗസുകളും അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് സംഭവം കൊടുക്കാൻ പറ്റും. റംബൂട്ടാന്റെ വെറൈറ്റികൾ ഏതൊക്കെയാണ് നമ്മുടെ ഉള്ളത്? റംബൂട്ടാൻ N80 ആണ് പ്രധാനമായും വാണിജ്യാടിസ്ഥാനത്തിൽ ആൾക്കാർ കൊണ്ടുപോകുന്നത്. പിന്നെ ക്രിക്കറ്റ് ബോൾ ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്. അങ്ങനെ റംബൂട്ടാൻ യെല്ലോയും റെഡും ഇതാണ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ നമ്മുടെ കയ്യിലുള്ളത് N80 ആണ്. അത് 120 രൂപ മുതൽ മുകളിലേക്ക് നമുക്ക് കൊടുക്കാം. ഓരോ വലിപ്പം അനുസരിച്ചാണ് 150 അങ്ങനെ കയറി വരും. കായ അടക്കമുള്ള റംബൂട്ടാൻ നമ്മുടെ കയ്യിലുണ്ട്. അത് ഒരു നല്ല വലിപ്പത്തിലുള്ള ഇതിന് 1200 രൂപയ്ക്കൊക്കെ കായോട് കൂടിയിട്ടുള്ള റംബൂട്ടാൻ നമുക്ക് കൊണ്ടുപോകാം. കവർ കുറച്ചുകൂടി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പൈസയുടെ വ്യത്യാസം കൂടി വരും. എന്നാലും പൂത്ത് കായോട് കൂടിയുള്ളത് നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തരാൻ കൊണ്ടുപോകാൻ പറ്റും. എത്ര ഇനം ഫലവൃക്ഷ തൈകൾ അല്ലെങ്കിൽ വെറൈറ്റികൾ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ മാവിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വെറൈറ്റി, ഒരു 10-15 മുകളിൽ വെറൈറ്റികളുണ്ട്. സപ്പോട്ടയിൽ തന്നെ ഒരു 5-8 വെറൈറ്റി അങ്ങനെ പോലും കിട്ടുന്നുണ്ടാവും. പ്ലാവില് നമുക്കൊരു 10-12 വെറൈറ്റി പ്ലാവ്, 12-ന് മുകളിൽ 15 ഇനം എന്തായാലും ഉണ്ടാവും. കവുങ്ങിൽ തന്നെ കുള്ളം കവുങ്ങടക്കമുള്ള പല വെറൈറ്റി കവുങ്ങുണ്ടാവും.
ഇപ്പോ നാരങ്ങ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പൊതുവെ ചെറുനാരങ്ങ. ചെറുനാരങ്ങ, ആ നാരങ്ങ വിഭാഗത്തിൽ തന്നെ ഇസ്രായേൽ ഓറഞ്ച്, സ്വീറ്റ് ഓറഞ്ച്, അങ്ങനെ ഓറഞ്ചുകൾ തന്നെ പല ഓറഞ്ച് വിഭാഗത്തിൽപ്പെട്ട ഇതുണ്ടാവും. മുസാമ്പിയൊക്കെ ഓറഞ്ച് വിഭാഗത്തിൽ. അപ്പൊ അങ്ങനെ അത് തന്നെ പേരയിൽ തന്നെ ഒരുപാട് തരം പേരകൾ ഉണ്ടാവും. 1 kg വരുന്ന പേര ഉണ്ടാവും, പിന്നെ ഉള്ളില് റെഡ് വരുന്നത് ഉണ്ടാവും. അതേപോലെ അതൊരു 40 രൂപ മുതൽ പേര നമ്മുടെ ഉള്ളത് ഒരു 100 രൂപ വരെയുള്ള പേരാണുള്ളത്. വലിയ കവറിലുള്ള പേര നമ്മൾ അധികം ആളുകൾ കൊണ്ടുപോകില്ല. ഒരു മീഡിയം വീടുകളിലേക്ക് വെക്കാനായിട്ടുള്ള പാകത്തിനുള്ളതാണ്. 40 രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ലോഗൺ, പിന്നെ മരമുന്തിരി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേറെ ഉണ്ട്. പൊതുവെ നമുക്ക് കൂടുതലും പോകുന്നത് ഇത്തരം ഫലവൃക്ഷങ്ങളാണ് കൂടുതലും നമുക്ക് സെയിൽ വരുന്നത്. അതിന് എത്ര ഐറ്റം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എത്ര വെറൈറ്റി ഉണ്ടെന്ന് പറയാം. അതിന് പുതിയത് വരും. അത് മാത്രമല്ല നമുക്ക് പ്രൈസ് ലിസ്റ്റ് കൊടുക്കാൻ പറ്റില്ല എത്ര ഐറ്റം ആണ്. ചില സ്ഥലത്തൊക്കെ പ്രൈസ് ലിസ്റ്റ് ഇട്ട് ഇങ്ങനെ ടാഗ് വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം നമ്മള് ഇത് വെറൈറ്റി എപ്പോഴും പല വെറൈറ്റികൾ ഉണ്ടാവും. ചിലതിനൊക്കെ പേര് ഇങ്ങനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ റേറ്റ് ഇത്രയെന്ന് എഴുതി വയ്ക്കാം. ഇത് മാർക്കറ്റ് അനുസരിച്ച് ഇതിന്റെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ നമ്മള് 35 രൂപയാണ് ഇപ്പോ ചെറിയ കവറ്, ഏറ്റവും ചെറിയ കവറ് പ്ലാവ് കൊടുക്കുന്നത്. ആ ചെറിയ കവർ പ്ലാവ് വിയറ്റ്നാം എർലി പിങ്ക്, ഏറ്റവും ചെറിയ ചക്ക ഉണ്ടാവുന്ന പ്ലാവ്, ഷോർട്ട് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് കായ ഉണ്ടാവും. എത്ര മാസം കൊണ്ട്? അത് നമ്മളിലുള്ളത് കായടക്കമുള്ളത് ഉണ്ട്. പക്ഷെ നമുക്കൊരു 35 രൂപയ്ക്ക് കൊണ്ടുപോകുന്ന ചെടിയാന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഒരു 70 രൂപയ്ക്ക് കൊണ്ടുപോകണ കുറച്ചുകൂടി വലുപ്പമുള്ളതാണെങ്കിൽ നമുക്കൊരു 2 വർഷത്തിനുള്ളിലൊക്കെ അത് കായ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അത് അടിയിൽ മുതലേ കായ ഉണ്ടാവും. വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ആളുകൾ കുറെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെൻസൂരിയ റെഡ് നന്നായിട്ട് കുറച്ച് ലൈറ്റ് ആവും, എന്നാലും കായ നന്നായിട്ട് നല്ല റെഡ് ഉണ്ടാവുന്ന ഇതുണ്ടാവും. അതൊക്കെ നമുക്ക് ആ നിലവാരത്തിൽ ചെറുത്. അപ്പൊ മാർക്കറ്റ് വില നിശ്ചയിക്കുമ്പോൾ ഇപ്പൊ 35 രൂപ കൊടുക്കുന്നത് ചില സീസണിൽ ഇതിന് ടൈറ്റ് വരുമ്പോൾ ചിലപ്പോൾ 40 രൂപ. അപ്പോൾ ഇതിന്റെ റേറ്റ് എങ്ങനെയാ മാറി വരിക എന്നുള്ള അറിയില്ല. ഓരോ സമയത്ത് ഇതിന്റെ ഫിക്സഡ് റേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. കുറയും, വല്ലാണ്ട് കൂടുന്നില്ല, കുറയാനാണ് സാധ്യത. പലതും കൂടില്ല, വല്ലാണ്ട് കൂടി പോവില്ല ഒരിക്കലും. ഹോൾസെയിൽ ആകുമ്പോൾ ചില 5 രൂപ 2 രൂപ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരും. അത് ഹോൾസെയിലിൽ അങ്ങനെ വരും. ഇതിന്റെയൊക്കെ വില നിശ്ചയിക്കുന്നത് ശരിക്കും ഈ നഴ്സറി ഉടമ തന്നെയാണോ, അതോ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് നമ്മളിങ്ങനെ മാറി മറിയുന്നത്? എങ്ങനെ ഡിമാൻഡ് അനുസരിച്ചാണോ? അല്ല, ഇത് നിശ്ചയിക്കുന്നതേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കേന്ദ്രീകൃത സ്വഭാവോ അങ്ങനെ എല്ലാ ഇതില് MRP ഇല്ലാത്ത ഒരു സെയിലാണല്ലോ ശരിക്കും. MRP ഇല്ലാത്ത ഒരു സെയിൽ നടക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും നഴ്സറി മേഖല. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റിയും അതേപോലെ കൃത്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കൃത്യമായിട്ട് ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് സംഭവം മേടിക്കുക എന്നുള്ളതാണ് നടക്കുള്ളൂ. അപ്പോൾ പരമാവധി നമ്മൾ വിശ്വസനീയമായ സ്ഥലത്ത് നിന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 3 വർഷം നമ്മൾ നോക്കി വലുതാക്കി വരുമ്പോൾ അതിൽ കായില്ലാണ്ടിക്കുക, അല്ലെങ്കിൽ വെറും പാഴ്മരായി മാറാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു വെറൈറ്റി തന്നാൽ ഈ വെറൈറ്റി തന്നെ ആകണ്ടേ, അതൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇതിൽ MRP ഇല്ലാത്ത കാരണം കൊണ്ട് വില നിശ്ചയിക്കുന്നത് നമ്മുടെ നിലവിലെ ഇപ്പോൾ ഞാൻ ഒരു പ്രൊഡക്ഷൻ ഞാൻ കൂടുതൽ ഉണ്ടാക്കിയാൽ എനിക്കതിന് വില കുറച്ച് കൊടുക്കാം. മറ്റേതൊരു പ്രിന്റ് റേറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കത് എത്ര റേറ്റിന് വേണമെങ്കിൽ കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ മാർക്കറ്റ് നിശ്ചയിക്കുന്നത് അവരവർ തന്നെയാണ്, അത് വില നിശ്ചയിക്കുന്നത്. അല്ലാതെ പുറത്ത് പിന്നെ നമ്മളൊക്കെ അറിയാം, ഇത് വിൽപ്പന നടത്തുമ്പോൾ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില വ്യത്യാസം പലയിടത്തും ഉണ്ടാവും. അപ്പൊ ഇതിൽ തന്നെ തെങ്ങും ഫലവൃക്ഷങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ അങ്ങനെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പല നഴ്സറികളിലും പല പോലെ ആയിരിക്കും. അപ്പോ ഇതൊരു ഉൽപാദന ചെലവ് കണ്ട് അതിൽ നിന്ന് ചെറിയൊരു മാർജിൻ എടുത്ത് വില നിശ്ചയിക്കുകയാണ്. അതിനെ ചെയ്യാം. ഇതില് ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനം മണ്ണിന്റെ വില, മണ്ണ് നമ്മള് കവർ നിറയ്ക്കാനും മണ്ണ് ഇതിനെന്തായാലും വേണ്ടി വരും. ചകിരിച്ചോറ് വേണ്ടി വരും. ഇപ്പൊ ചകിരിച്ചോറ് കിട്ടാനല്ലേ ഭയങ്കര വിലയായി. അപ്പോ അങ്ങനെ ഇതിന്റെ മെറ്റീരിയൽസ് വില കൂടി കഴിഞ്ഞാൽ കവർ വേണം, ലേബർ ചാർജ് കൂടുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ബാധിക്കും. അതൊക്കെയാണ് ഇതിന്റെ ഒരു ചെടി നിറയ്ക്കുമ്പോൾ ഒരു കവറിലേക്ക് മാറ്റി വലിയ കവറിലേക്ക് ഇങ്ങനെ മാറ്റി പോകുമ്പോൾ അതിന് തന്നെ എക്സ്പെൻസ് എത്രയാണെന്നുണ്ടെങ്കിൽ അതാണ് വരിക.
അപ്പൊ അത് ഏറ്റവും കുറവിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഒരു 10,000 കണക്കിന് ചെടികൾ ഞാൻ അവിടെ കണ്ടു. അപ്പൊ അതെല്ലാം ഒന്നും പറയാൻ കഴിയില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ഏറ്റവും കൂടുതൽ സെയില് നടക്കുന്ന ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആളുകൾ കൊണ്ടുപോകുന്ന വെറൈറ്റികൾ ഏതൊക്കെയാണ്, അതിന്റെയൊക്കെ റേറ്റിന്റെ തുടക്കവും എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയും? അതിലിപ്പോ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ളത് ഒരുപാട് ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സംഭവമുണ്ട്. ഈന്തപ്പന മോഡൽ, ഈന്തപ്പന അടക്കം നമ്മുടെ കയ്യിലുണ്ട്. ഈന്തപ്പന, ഡേപ്പാം, മിച്ചിയ മേരി ഗോൾഡ് എന്ന് പറഞ്ഞൊരു മഞ്ഞ തരത്തിലുള്ള പന, കാൻഡിയ ഫാം, അരിക്കൽ ഫാം, ഫോക്സ്റ്റിൽ ഫാം, അങ്ങനെ തുടങ്ങി നക്കാടിയ, അങ്ങനെ ഒരുപാട് പനകൾ, പന വിഭാഗത്തിൽപ്പെട്ട ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ പനകൾ തന്നെ ഒരുപാട് വെറൈറ്റി ഭാഗമായിട്ട് ഗാർഡൻ സെറ്റിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. ഫോക്സ്റ്റൈലൊക്കെ കൂടുതൽ പോകുന്നതാണ്. ഇപ്പോൾ ഫോക്സ്റ്റൈൽ കുറച്ചൊന്ന് ബാക്കിലേക്ക് ഇറങ്ങിയത്. ഓരോ സീസൺ അനുസരിച്ചാണ് ഇതിൻ്റെ ആളുകൾക്ക് പ്രിയം ആകുന്നത്. എന്നാലും കോമൺ ആയിട്ട് ഇപ്പോഴും ഫോക്സ്റ്റൈൽ ഫാം ഫീൽഡിൽ നിൽക്കുന്നൊരു പനയാണ്. പിന്നെ മഞ്ഞ കളറിൽ വരണമെങ്കിൽ അതിൻ്റെ ലിച്ചിയ മേരി ഗോൾഡിൻ്റെ യെല്ലോ കൊണ്ടുപോകും. അങ്ങനെ ട്രാവലർ ഫാം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടെങ്കിലും വിശറി പോലെ വരുന്ന അതൊക്കെ ഇപ്പോൾ വീണ്ടും മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. പഴയ ഔട്ടായി പോയതൊക്കെ തിരിച്ച് ടേബിൾ ഫാം, അങ്ങനെയുള്ള നിക്കോളാസ്, അതൊക്കെ വീണ്ടും നമ്മുടെ വരുന്നുണ്ട് ഗാർഡനുകളിൽ. പിന്നെ അതേപോലെ ഗാർഡനിലേക്ക് ആവശ്യമുള്ള ഈ ടർമീനിയ ഗ്രീൻ നന്നായിട്ട് പോകുന്നൊരു സംഭവമാണ്. അത് നമ്മളതിലൊരു 350 രൂപ മുതൽ 350, 550, 4500, 7000, 7500, 10000, 12000 വരെയുള്ള ചെടികൾ നമ്മളിലുണ്ട്. ഈ ടർമേനിയ എന്ന് പറയുന്ന വെറൈറ്റിക്ക് ഇപ്പൊ ആവശ്യക്കാർ കൂടുന്നുണ്ട്. അത് കൂടുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു നഴ്സറികളിൽ പോകുമ്പോഴേ ഏറ്റവും വില കൂടിയ ഐറ്റങ്ങൾ ഏത്, അല്ലെങ്കിൽ വെറൈറ്റികൾ ഏതെന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതെന്താ അറിയോ, ഇത് ടർമീനിയ ഗ്രീൻ ഉണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്ത് മുളച്ചിട്ടുണ്ടാവുന്നതാണ്. ഇതൊരു ബദാമിന്റെ സ്വഭാവത്തിൽ വളരുന്ന തട്ടായിട്ട്. അപ്പോ ഗ്രീൻ കോമൺ ആയിട്ട് 50 രൂപയ്ക്കും തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രീൻ കിട്ടും. 10,000 രൂപയുടെ വൈറ്റിന്റെ വാരിഗേറ്ററിന്റെ ഇരട്ടി വിലയ്ക്ക് 1000 രൂപയ്ക്ക് ഗ്രീൻ കിട്ടും. അപ്പൊ ആൾക്കാര് ഏതാണെന്ന് അറിയാണ്ട് പോയി എടുക്കും. പിന്നെ ഗ്രീൻ ഗ്രാഫ്റ്റഡ് അല്ല, മറ്റേത് ബദാം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ വളർച്ച സ്ലോവില, ഓരോ തട്ടും സ്ലോവില വരുള്ളൂ. മറ്റേത് പെട്ടെന്ന് വളരും. അത് ഗാർഡനിലേക്ക് ഇപ്പോൾ 90% ഗാർഡനിലേക്കും പോകുന്നൊരു ചെടിയാണ് നമ്മുടെ ഇത്. പിന്നെ കലാത്തിയ ലൂട്ടിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. അതിപ്പോ നന്നായിട്ട് നമ്മളെല്ലാ ഗാർഡനിലേക്കും വെക്കുന്നുണ്ട്. ചൈന ഡോൾ എന്ന് പറഞ്ഞ ചെടി, കലാത്തിയല്ല 3-4 വെറൈറ്റികളുണ്ട്. വാട്ടർ ഹെലിക്കോണിയയിൽ തന്നെ വാട്ടർ ഹെലിക്കോണിയ, അതേപോലെ സംഭവങ്ങളൊക്കെ ഒരുപാട് ചെടികൾ ഗാർഡൻ സെറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. സഫ്ലോറ അടക്കം, യുജീനിയ, അങ്ങനെ കുറെ ചെടികൾ ഇപ്പോ ബോൺസായി പ്ലാന്റ്സും ഗാർഡനിൽ വെക്കുന്നുണ്ട്. മറ്റേ മൈക്രോകോൺ പോലുള്ള ചെടികൾ, ഇൻഡോർ പ്ലാന്റുകളും അതുപോലെ തന്നെ കുറെ. ഇൻഡോർ പ്ലാന്റ് നമ്മൾ കൂടുതൽ ഇൻഡോർ പ്ലാന്റിനെ നമ്മളങ്ങനെ കാര്യമായിട്ട് നമ്മുടെ കയ്യിലില്ല. എന്നാൽ അത്യാവശ്യം ഇൻഡോർ പ്ലാന്റുകൾ ബോൺസായി ഒക്കെ ഇൻഡോർ പ്ലാന്റ് ആണ്. ബോൺസായി ഒക്കെ നമ്മളിലുണ്ട്. ബോൺസായി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇൻഡോർ പ്ലാന്റ് ഒരു സെക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. കാരണം അത് CC പ്ലാന്റ്, ജാമിയ സൈക്കസ്, അങ്ങനെ കലാത്തിയിൽ തന്നെ റെഡ് വരുന്നത്, കറക്റ്റ് പ്യുവർ റെഡ് വരുന്നത്, അങ്ങനെ മൂൺഷൈൻ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇൻഡോർ വെക്കുന്ന സംഭവങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ ചില ഈ ഇൻഡോർ ഗാർഡൻ എന്നുള്ള കൺസെപ്റ്റ് അല്ല നമ്മള് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഔട്ട്ഡോറും കൃഷിയിടവും. പിന്നെ നമ്മള് പൂക്കള് ഉണ്ടാകുന്നത് സീസണലി പൂ ഉണ്ടാകുന്ന ഐറ്റംസ് നമ്മുടെ ഇല്ല. സ്ഥിരമായി പൂ ഉണ്ടാകുന്ന പൂക്കളുടെ ശേഖരണമാണ് നമ്മുടെ ഉള്ളത്. അതായത് ഒരു സീസൺ ഫ്ലവേഴ്സിന്റെ പരിപാടി നമ്മൾ ചെയ്യുന്നില്ല. എല്ലാ കാലത്തും പൂ ഉണ്ടാവുന്ന ചെമ്പരത്തിയൊക്കെ ഞാൻ കുറെ കണ്ടിരുന്നു. പൂവുണ്ടായി നിൽക്കുന്ന ചെറിയ ചെമ്പരത്തി. ചെറ്റികളിൽ തന്നെ കുറെ വെറൈറ്റി ഉണ്ട്, മിനിയേച്ചറും വലുതും ഒക്കെ ആയിട്ടുള്ള ചെറ്റികൾ. ഇപ്പൊ കമേലിയ എന്ന് പറഞ്ഞ പ്ലാന്റ് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സീസൺ അല്ലാതെ ഉണ്ടാകുന്ന പൂക്കൾ ഉണ്ടാകുന്നത് മാത്രം ഞാൻ ചെയ്യുള്ളൂ. അതാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ സത്യത്തിൽ നമുക്ക് 10 രൂപ മുതൽ നമ്മുടെ ചെടികൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അത് എല്ലാ നഴ്സറിക്കാരും ഇങ്ങനെ പറയുന്നതും നമ്മുടെ വീഡിയോകൾ കാണുമ്പോൾ 10 രൂപ മുതൽ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ നഴ്സറിയിൽ വരുമ്പോൾ 10 രൂപയുടെ ചെടിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പോലുള്ള പരാതികൾ കമന്റ് ബോക്സിൽ നോക്കി അറിയാൻ പറ്റും. അതായത് നഴ്സറിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളുടെ കമന്റ് ബോക്സിൽ പ്രധാനമായും നിങ്ങൾ വീഡിയോയിൽ പറയുമ്പോൾ ചെറിയ റേറ്റ് പറയുകയും നേരിട്ട് പോകുമ്പോൾ വലിയ റേറ്റിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, ഇത് നോക്ക്, ഇത് റംബൂട്ടാനാണ്. ഇത്
10 രൂപയുടെ റംബൂട്ടാന. ഇത് റംബൂട്ടാന തയ്യാണ്, 10 രൂപ തയ്യാണ്. 10 രൂപ. ഇത് ബഡല്ല, ബഡ് 10 രൂപയ്ക്ക് കൊടുക്കാതിരിക്കലും പറ്റില്ല. ആ ബഡാകുമ്പോ അത് അതിന്റെ ഇതിന് മാറിപ്പോകും. ഇതിനെയാണ് നമ്മൾ ബെഡ് ചെയ്യണത്, അങ്ങനെയാണ് ബെഡ് ചെയ്യുന്നത്. ഇതേപോലെ കുറെ ഐറ്റംസ് നമ്മള് തൈകൾക്ക് റേറ്റ് കുറവും ബെഡിന് വില കൂടുതലാവും. അങ്ങനെ 10 രൂപ മുതലുള്ള ചെടികൾ നമുക്ക് എല്ലാം ഒരുവിധം. ബെഡ് ചെയ്യുന്ന ചെടികൾ, ബെഡ് ചെയ്തിട്ടുള്ള ചെടികൾ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? ബെഡ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, മാവ് നമുക്ക് ഏറ്റവും ചെറിയതാണെങ്കിൽ നമുക്ക് ഒരു വെറൈറ്റി അനുസരിച്ചാണ് ഒരു 60-80 ആ റേഞ്ചിന് കൊടുക്കാൻ പറ്റും. മറ്റേത് പ്ലാവാണെങ്കിൽ 35 രൂപ മുതൽ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ലയർ ചെയ്തിട്ടുള്ള ചാമ്പകളുണ്ട്. ചാമ്പ ഏറ്റവും ചെറിയ കവർ 12 രൂപ 15 രൂപ കൊടുക്കാൻ പറ്റും. ലയർ ചെയ്തിട്ടുള്ള ചാമ്പ പാരിങ് കൊടുക്കാം. അതേപോലെ ചെറിയ ചെറിയ കവറുകൾ അത് ഒരേ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ശിവ ഗാർഡൻസ് എന്ന് പറയുന്ന ഈ നഴ്സറിയുടെ ഉടമയായിട്ടുള്ള പ്രസാദേട്ടൻ കഴിഞ്ഞ 22 വർഷക്കാലത്തെ ഈ നഴ്സറിയുടെ ഒരു ചരിത്രവും, ഒപ്പം തന്നെ ഈ നഴ്സറിയിൽ എങ്ങനെയാണ് ഇത്ര കുറഞ്ഞ പൈസയ്ക്ക് പ്ലാന്റുകൾ കൊടുക്കാൻ കഴിയുന്നത് എന്നതിൻ്റെ കുറിച്ചുള്ള വിവരണവും, ഒപ്പം തന്നെ ഇവിടെയുള്ള പ്ലാന്റുകളുടെ സ്വഭാവ സവിശേഷതകളും അതിൻ്റെ കായ്ക്കാനെടുക്കുന്ന സമയവും അതിൻ്റെ വിലയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു കാർഷിക വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.